എങ്ങനെ പറയുന്നത്? അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കണ്ണന് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. പൊന്നു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നിമ്മി ഉണ്ടായിരുന്നില്ല. നിമ്മി കുറച്ച് ദിവസമായി അവളുടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവളുണ്ടെങ്കിൽ പൊന്നുവിനെ ഇവിടെ ആക്കിയിട്ട് പോകായിരുന്നു. പക്ഷേ അവളില്ലാത്ത കാരണം ഇനിയിപ്പോൾ പൊന്നുവിനെയും കൂട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവൾ വരുന്ന ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഓട്ടോന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കാണാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്ത് തുള്ളിമരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരത്തെ തന്നെ അവൾ എനിക്ക് വേണ്ടമ്മേ മരുന്ന് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്തിയിട്ട് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അങ്ങനെ പൊന്നു എത്തി അവളുടെ വയലിനെ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾ പോകാൻ കേട്ടോ. പോകുന്ന വഴിയിൽ സൗമിനേച്ചിനെയും കൂടെ കൂട്ടണം. അവർ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് പറയണേന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സെൻറ്ററിലെത്തി. അവിടെ എത്തിയപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കണ്ണന് അത് കൊടുക്കുന്ന സമയത്ത് കണ്ണൻ കരയുമോ എന്നുള്ള ഒരു ഇത് കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിന് ശേഷം കേട്ടോ ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ കൈക്ക് ഇത് വരഞ്ഞു കൊടുത്ത് വോട്ട് ചെയ്താണ് വീട്ടിലെല്ലാവരെയും കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണിന് ചെറിയൊരു നാണമൊക്കെ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവൾക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മഴയായത് കാരണം ഓട്ടോയിൽ കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ അവിടെ ഇറക്കിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ കയറി അങ്ങോട്ടിരുന്നു. പിന്നെ അതുപോലെ ചെറുതിനെ എൻ്റെ മടിയിലാട്ടോ ഇരുത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണൻ അത് ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ ഏച്ചീൻ്റെ മടിയിൽ എങ്ങനെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.